ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസിനോട് എതിർത്ത് നിൽക്കുവാൻ ആവശ്യമുണ്ടെന്ന് കണ്ട് പൗലോസ് അത് ചെയ്തു. അതിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ റീസണായിട്ട് പറയുന്നത് സുവിശേഷത്തിന്റെ സത്യം അവരനുസരിച്ചിട്ട് ചൊവ്വായി നടക്കുന്നില്ല എന്ന് പൗലോസിന് ബോധ്യമായി. സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കണം. പത്രോസ് അതൊരിക്കൽ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയതും ചെയ്തതുമായ കാര്യമാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വിശദമായിട്ട് അത് ചിന്തിച്ചാണ്. ഭയം തന്നെ പിടിച്ചപ്പോൾ ആ സുവിശേഷത്തിന്റെ സത്യത്തിനനുസരിച്ച് പെരുമാറുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ സുവിശേഷ സത്യം അനുസരിച്ചു, അത് നല്ല കാര്യമാണ്. പക്ഷെ അതനുസരിച്ച് ചൊവ്വായി നടക്കുകയും വേണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം ചെയ്തു. ഈ വിഷയം വളരെ ഗൗരവതരമായതിനാൽ പത്രോസിനോട് എന്ത് ചെയ്തു? എതിർത്ത് നിന്നു. അല്ലെങ്കിൽ ഈ കാണിക്കുന്നത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. തൻ്റെ ആ താർക്കിക ശൈലിയിൽ വളരെ സവിസ്തരം ഈ വിഷയം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വായിച്ചു വരുമ്പോൾ പത്രോസ് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഞാനത് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞായിരുന്നു. പത്രോസിനൊന്നല്ല ആർക്കും ഒരു മറുപടി ഉണ്ടാകത്തില്ല. കാരണം പൗലോസ് പറയുന്നതാണ് സത്യം, പൗലോസ് പറയുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ കാര്യം സമർത്ഥിക്കാനായിട്ട്, അതായത് പൗലോസ് പറയാണ്, ഒരിക്കൽ നശിപ്പിച്ചതിനെ വീണ്ടും പണിയുന്നവർ ആരാണ്? ലംഘനക്കാർ. ഒരിക്കൽ നശിപ്പിച്ചതിനെ വീണ്ടും പണിയുന്നവർ ലംഘനക്കാരാണ്. അങ്ങനെ ആകാനായിട്ട് പാടില്ല. ന്യായപ്രമാണം നമ്മളെ, അല്ലെങ്കിൽ അവരുടെ ഭാഷ പറഞ്ഞാൽ പത്രോസിനെയും പൗലോസിനെയും അവരെ ആരും രക്ഷിക്കുന്നില്ല എന്ന് കണ്ട് അതൊരു പൊളിച്ചു കളഞ്ഞാണ്, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെയും അതിലേക്ക് തിരികെ എന്ന് പറഞ്ഞാൽ ആ പൊളിച്ചതിനെ പിന്നെയും പണിയുക. അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിനായിട്ട് ജീവിക്കുക. ന്യായപ്രമാണം അനുസരിക്കുക അല്ലെ അതിനെ പ്രമാണിക്കുക എന്നുള്ളതിനേക്കാൾ ദൈവത്തിനായിട്ട് ജീവിക്കുക, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ട് ഉള്ളത്. ആ പാപ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അതല്ലെങ്കിൽ ദൈവം തന്റെ നീതീകരണം നമുക്ക് നൽകിയപ്പോൾ, കൃപയാൽ നൽകിയപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പൗലോസ് തന്റെ ഭാഷയിൽ പറയണം, നാം ദൈവത്തിനായി, ഞാൻ ദൈവത്തിനായി, ഫസ്റ്റ് പേഴ്സണിലാണ് പറഞ്ഞത് 19-ാം വാക്യത്തിൽ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. അപ്പോ സുവിശേഷ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനായിട്ട് ജീവിക്കുക. നമ്മളിൽ നിന്നൊക്കെ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട്, അല്ലെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം എന്താണ്? ദൈവത്തിനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുക, അല്ലെങ്കിൽ ദൈവത്തിനായിട്ട് ജീവിക്കുക. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഇടവരണം. അപ്പം പൊളിച്ചു കളഞ്ഞതിനെ, അല്ലെ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചതിനെ പിന്നെയും പണിയുന്നത് ഈ ദൈവത്തിനായിട്ട് ജീവിക്കുകയായിട്ട് പൊരുത്തപ്പെടത്തില്ല. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. മാത്രമല്ല പൗലോസ് അതിനോടൊപ്പം ഒന്നിച്ച് പറയാണ്, ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടതിന് ന്യായപ്രമാണം സംബന്ധിച്ച് എന്ത് ചെയ്തു? മരിച്ചു. ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചു. ന്യായപ്രമാണത്തിന് മരിക്കാതെ ദൈവത്തിനായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ മറ്റൊരു ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മരിച്ചിട്ട് പിന്നെ ഞാനിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. ആ വാക്യങ്ങൾ തീർച്ചയായിട്ടും എടുക്കുമ്പോൾ ഞാൻ ഒരു 3-4 പോയിന്റ്സ് ആയിട്ട് അങ്ങ് പറയണം. അങ്ങനെ ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു, പക്ഷെ ഇപ്പോഴും ഞാൻ ജീവിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തുവിനായിട്ട് ജീവിക്കുന്നു. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മരിച്ചത്? ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു? ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് ആയിട്ട് ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഇതാണ് ഈ വിഷയം. ഈ കൃപയാൽ ഉള്ള രക്ഷ എന്നുള്ളത് പൗലോസ് അവതരിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിനായിട്ട് ജീവിക്കുക. അവസാനമായിട്ട് താൻ പറയുന്നത് ദൈവത്തിന്റെ കൃപയെ വ്യർത്ഥമാക്കരുത്. ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, അത് വെറുതെ ആയി പോകാൻ ഇടവരുത്തുന്നില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. ആൾക്കാർ കുറവായതുകൊണ്ട് ഞാൻ ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകണം. കുഴപ്പമില്ലല്ലോ? ഉണ്ടോ കുഞ്ചേ? അതിനിപ്പോ എന്നല്ലേ നമുക്കൊരു സംശയം തോന്നും. നമ്മളൊക്കെ ഈ വിഷയം പഠിക്കും, പ്രത്യേകിച്ച് നമ്മള് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പൗലോസ് പറയുന്നതല്ല ഈ പൊളിക്കുന്നതും പണിയുന്നതും എല്ലാം എന്തിനെ കുറിച്ചാണ്?
ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്, ആ ആചാരങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ആ ലോ എന്ന് പറയുമ്പോൾ അതിനെ എത്രയായിട്ട് തിരിച്ചെന്നാ പറഞ്ഞത്? ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ തിരിക്കുന്ന നമ്മള്? പ്രമാണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്നൊക്കെ ഉണ്ട്? 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നത്? അത് ഏറ്റവും അവസാനത്തതാ. പിന്നെ ആദ്യത്തേത് സെറിമോണിയൽ, അതായത് ആചാരപരമായ അല്ലെങ്കിൽ അത് ആരാധനയുമായി ബന്ധപ്പെട്ട്. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളതിൽ ഇതെല്ലാം നമ്മൾ അതേപടി എടുക്കുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് ആചാരപരമായ ഒരു കാര്യം അതെല്ലാം വേണമെന്നായിരുന്നു ആര് ഉപദേശിച്ചത്? ഈ യഹൂദ മതം പഠിപ്പിക്കുന്ന ആൾക്കാര് ഗലാത്യരോട് വന്ന് പറയുന്നതന്നെ, നിങ്ങൾ അത് മുഴുവൻ ചെയ്താലേ ശരിക്കും രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. അതെല്ലാം നിഴലായിരുന്നു. അതെല്ലാം ആരിലൂടെ നിറവേറി? യേശുക്രിസ്തുവിനോട് നിറവേറി. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് നോക്കിയതല്ലോ. ലേവ്യ പുസ്തകം 1-ാം അധ്യായം മുതൽ ആ യാഗങ്ങളെല്ലാം കർത്താവിലൂടെ നിറവേറ്റപ്പെടുവാനായിട്ട് ഇടയെത്തീർന്നു. ഇനിയിപ്പം ആ കാര്യങ്ങൾ നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ മോറൽ ലോസ്, ധാർമ്മികമായ നിയമങ്ങൾ അല്ലേ, നമ്മൾ പരസ്പരം സ്നേഹിക്കുക, കരുതുക, നമ്മുടെ ധാർമ്മിക ഗുണലക്ഷണങ്ങൾ, അതായത് നല്ല സ്വഭാവം വ്യക്തമാക്കുന്ന അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അനുസരിക്കണം. പക്ഷെ ഒരു പ്രത്യേകത എന്താണ്? ഇത് എന്തുകൊണ്ട് അനുസരിക്കുന്നത്? നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണോ? പിന്നെ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ അനുസരിക്കേണ്ടതായ അല്ലെങ്കിൽ അനുസരിക്കാൻ കൊള്ളാവുന്നതായ പ്രമാണങ്ങൾ അനുസരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടതിനാൽ, മനസ്സിലായോ? നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതിനാൽ, അല്ലെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കർത്താവിനോടുള്ള സ്നേഹം ഈ കാര്യങ്ങൾ അനുസരിക്കുന്നതിലൂടെ. അത് ഭയം നിമിത്തമല്ല. മറ്റവരെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? ഇതെല്ലാം പേടിച്ചിട്ടാണ്, ഭയം നിമിത്തമാണ്. നമ്മൾ ഭയം നിമിത്തമല്ല, സ്നേഹം നിമിത്തം അത്യധികമായിട്ട് ഇത് അനുസരിക്കാനായിട്ട് തയ്യാറാകും. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ വല്ലൊരു ഈ പൊളിച്ചത് പണിയുന്നുണ്ടോ? ഇത് വളരെ എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് പോകുന്നതിൽ പോലും തെറ്റില്ല. അപ്പൊ പൊളിച്ചത് വല്ലതും പണിയുന്നുണ്ടോ നമ്മൾ? ഈ യഹൂദന്മാര് അല്ലെങ്കിൽ യെരുശലേമിലുള്ള ആൾക്കാർ അവര് ഈ ന്യായപ്രമാണം കൂടെ അതിനകത്ത് വേണമെന്ന് പറയുന്നതാണല്ലോ ഈ പൊളിച്ചത് പണിയാണെന്നൊക്കെ പറഞ്ഞത്. നമ്മൾ വല്ല അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മൾ ആരും ന്യായപ്രമാണത്തിന്റെ ആ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഈ ലംഘനക്കാരാകുന്നില്ല അല്ലെങ്കിൽ പൊളിച്ചത് പണിയുന്നില്ല. എന്നാൽ വേറെ ചില പ്രശ്നങ്ങളും, നമ്മുടെ ചില ആചാരങ്ങളും നമ്മുടെ ചില അനുഷ്ഠാനങ്ങളും. നമ്മൾ കാര്യം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിന്റെ കൃപയാൽ ഇതെല്ലാം സംഭവിച്ചു, നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ അങ്ങോട്ട് വിടാനായിട്ട് പറ്റത്തില്ല. എനിക്കൊരു ഒരു സംഭവം അറിയാം. അതായത് മെയിൻ റോഡ് സൈഡിലാണ് അവരുടെ വീട്, വിശ്വാസിയുടെ വീടാണ്. മെയിൻ റോഡ് സൈഡിൽ, നല്ല വലിയ വഴിയുടെ സൈഡിൽ ആണ് വീടിരിക്കുന്നത്. ആ വീട്ടിന്റെ റോഡിലേക്കാണ് അതിന്റെ ഫ്രണ്ട് വാതില് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് തന്നെ ഇതിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ഒരു ഓട്ടോറിക്ഷ പോകുന്ന പോലെ രീതിയിലുള്ള ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? വരച്ചൊന്നും കാണിക്കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഒരു വലിയ വഴി, അതിലേക്ക് ദർശനം, അതായത് അതിലേക്ക് കാണാവുന്ന പോലെ ആ വീട് ഇരിക്കുന്നു. വീടിന്റെ വാതിലും അങ്ങോട്ടാണ്. ഇത് നടന്ന സംഭവം കേട്ടോ. ആരാണ്ട് വന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ഈ പ്രശ്നത്തിന്റെ ലോകത്തിന്റെ ഇതിന്റെ എല്ലാം കാര്യം ഈ വാതില് ഇറങ്ങുന്ന ആ വഴി ശരിയില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആ ഭാഗത്തെ വാതില് കട്ട കെട്ടി അടച്ചിട്ട് ഈ മറ്റേ ഓട്ടോറിക്ഷ പോകുന്ന വഴിയുണ്ടല്ലോ അതിലേക്ക് ഡോറ് തിരിച്ചു വെച്ചു. പൊളിച്ചത് പിന്നെയും പണിയുന്ന പരിപാടി നമുക്കും ഉണ്ട്. മനസ്സിലായോ? ഇപ്പോഴത്തെ ഇത് ഞാനിത് നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഇതൊക്കെ വേണമെന്ന് ഞാനിങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തരികയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു വീട്ടിലും വിറകടുപ്പൊന്നും ഇല്ല അല്ലെ? അല്ലെ വളരെ കുറച്ച് വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ വളരെ കുറച്ച് വീടുകളിലൊക്കെയാണ് വിറക് അടുപ്പ് ഉപയോഗിക്കുന്നത്. പുതിയ വീട് പണിതാൽ സാധാരണ ആരും ഇത് എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു വിറക് കത്തിക്കാൻ അടുപ്പ് ഉണ്ടാക്കാറില്ല. ഒരു വീട്, നമ്മുടെ ബ്രദറൻ ഒരു വിശ്വാസിയുടെ വീട്, ആ വീടിന്റെ സ്തോത്ര ശുശ്രൂഷയുടെ സമയത്ത് എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ വിറക് കൊണ്ട് കത്തിക്കുന്ന ഒരു അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അന്നത്തേൽ മാത്രം അതിനകത്ത് പിന്നെ തുണിയും സാധനങ്ങളൊക്കെ ഇട്ട്, എന്ന് വെച്ചാൽ ടൈലൊന്നും കേടാവരുതല്ലോ, അതൊക്കെ ഇട്ട് സെറ്റപ്പ് ഉണ്ടാക്കി. മറ്റേ ഒരു ഇരുമ്പിന്റെ അല്ലെ ഈ മറ്റേ അലോയുടെ ഒരു അടുപ്പുണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ കിടന്ന്, അതുകൊണ്ട് വെച്ച് പ്ലാവിന്റെ വിറക് വെച്ച് കത്തിച്ച്
അതിൽ പാല് തന്നെ തിളപ്പിച്ച്, കാരണം ഈ ഗ്യാസ് വെച്ച പാല് തിളച്ച് ചാടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ ഹൗസ് വാമിങ് അങ്ങോട്ട് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്നാ വിചാരിച്ചിരിക്കുന്നത്? ഇതായി വിഷയം. ഈ പണിക്കിന് ഇത് പണിയുന്ന ആളാ, നമ്മൾ പൊളിക്കുന്ന ആളാ. അവിടെയാണ് എന്റെ കാര്യം ഇരിക്കുന്നത്. അമ്മാച്ചൻ വരാൻ താമസിക്കുന്ന പോലെ തന്നെ. മനസ്സിലായോ? അമ്മാച്ചൻ വരാൻ താമസിക്കുക, എന്ത് ചെയ്താ ഇറങ്ങത്തില്ല. പക്ഷെ ആ 9:30 എന്നൊരു സമയമായി കഴിഞ്ഞപ്പോ അമ്മാച്ചനും വന്നില്ല, ആരും വന്നില്ല. പക്ഷെ അവർക്ക് അവിടുന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റി. ഇതെല്ലാം ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ, പ്രത്യേകിച്ച് പായസം പോലെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടാക്കിയാൽ, ഞാൻ ഇത് പറയുമ്പം വേറെ ഒന്നുമല്ല, വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള അമ്മച്ചിക്ക് കാണിക്കുന്നു. ആദ്യം ശകലം എടുത്ത് എന്ത് ചെയ്യും? അടുപ്പിന് കൊടുക്കും. അതെ, ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഈ കൊതി കിട്ടുന്നത്? പശുവിനെ വാങ്ങിക്കാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? കയറ് മാത്രം കൊണ്ടുപോയാൽ പോരാ, അവിടെ പാണലില്ലെങ്കിൽ ഒരു കുറ്റി പാണലൂടെ ഒടിച്ചുകൊണ്ട് വേണം പോകാൻ. എന്നാലേ ഇങ്ങോട്ട് വരവ് ചെയ്യാറുള്ളൂ. ആ കണ്ണ് കിട്ടാതിരിക്കാനായിട്ടാ. അതുപോലെ തന്നെ ഞാനീ പശുക്കളെ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് കുഴപ്പമുള്ളതിനെയും അതുപോലെ നമുക്ക് വഹിക്കാൻ മേലാതെ വരുമ്പോൾ പലതിനെയൊക്കെ വിൽക്കേണ്ടി വരുമല്ലോ. വിൽക്കുന്ന ആൾക്കാരെന്ന് ഈ കച്ചവടക്കാരും അങ്ങനെയുള്ളവരൊക്കെയാണ് വരുന്നത്. പലരും ദൂരദേശത്തുനിന്ന് അവിടെ നിന്നൊക്കെ വരുന്നത്. ഒരു പ്രാവശ്യം ഒരാൾ പശുവിനെ വെളുപ്പിനെ 3 മണിക്കാണ് കൂട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഞങ്ങളുടെ വീട്ടിലെ എന്ത് സംഭവം ഏറ്റവും ആദ്യം അറിയുന്ന അമ്മച്ചിയാണ്. അന്ന് അമ്മച്ചി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സമയത്താണ്. അമ്മച്ചി എത്രമാത്രം വഴക്ക് പിടിച്ചെന്ന് എനിക്കറിയത്തില്ല. ചൊവ്വാഴ്ച പശുവിനെ കൊടുക്കാൻ പറ്റത്തില്ല, വെള്ളിയാഴ്ച പശുവിനെ കൊടുക്കാൻ പറ്റത്തില്ല. വാങ്ങിക്കുന്നവന് കാശുമായിട്ട് വന്ന് നിൽക്കുക, അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പാടില്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ, അതായത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ കൊടുക്കാൻ പാടില്ല. ഞാനിതെല്ലാം പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ ഈ ചിരി വരുന്നവർക്ക് എല്ലാം അവരവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, നമ്മൾ ഈ പൊളിച്ചത് എന്ത് ചെയ്യാൻ പാടില്ല? പണിയാനായിട്ട് പാടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ വക യാതൊരു കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതല്ല. ഈ പാല് തിളച്ച് ചാടിയില്ലേലും പിന്നെ പ്ലാവിന്റെ വിറവ് കൊണ്ട് തന്നെ വീട് പൊളിച്ച് പണിയുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്. നമ്മള് കൃപയാലുള്ള രക്ഷയോടനുബന്ധിച്ച് നമ്മൾ പൊളിച്ച നമ്മുടെ ആചാരങ്ങളും സംഭവങ്ങളും പൊളിച്ചു പണിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെല്ലാം വേണ്ട, ഞാൻ അതെല്ലാം ഉപേക്ഷിക്കുന്നു, ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആ പൊളിച്ചും കളഞ്ഞെങ്കിലും അങ്ങോട്ട് ദൂരെ കളഞ്ഞിട്ടില്ല, നമ്മുടെ കൈ എത്തുന്ന സ്ഥലത്ത് ഇതെല്ലാം ഇരിക്കുകയാണ്. വളരെ പരിതാപകരമാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പലരും നമ്മളെ അളക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ കാലത്ത് ശരിക്കും ഈ നമ്മുടെ വിശ്വാസ സമൂഹത്തിനോ അല്ല നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനത്തെ പല കാര്യങ്ങളിലും വിശ്വാസമില്ല. അപ്പൊ ആ സ്ഥലത്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ മാമൂലുകളും ഈ അനാചാരങ്ങളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനം ശരിയാക്കുക. ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം അതായിരുന്നു. അതായത് ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനം ശരിയല്ല. നമ്മുടെ സ്ഥാനം ഒന്നും ഒരു കുഴപ്പമില്ല. ക്രിസ്തുവിൽ ശരിയാണെങ്കിൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? അനുകൂലമായിക്കോളും, ഒരു കുഴപ്പമില്ല. ഈ നല്ല നേരെയുള്ള വഴിയിലോട്ട് നല്ല സൗകര്യത്തിന് ഇറങ്ങാവുന്ന അത് കളഞ്ഞേച്ച് അവിടെ എല്ലാം കെട്ടി അടച്ചേച്ച് ഈ കുഞ്ഞു വഴിക്കകത്തോട്ട് ഇറങ്ങേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും മാറാൻ പോകുന്നില്ല. കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആരെങ്കിലും ആ വീട് വാങ്ങിക്കാനോ അല്ലെ പിന്നെ വിൽക്കാനോ ഒക്കെ വരുമ്പം ഇത് ഒരു ഇതാകുമെന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകത്തില്ല. അവരുടെ വീട്ടിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതേ നിലയിൽ പിന്നെയും തുടരുന്നുണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. ഈ സാധനം മാറ്റിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതുപോലെയുള്ള പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. നമ്മൾ കർത്താവ് നമ്മളെ സഹായിക്കും. അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിച്ചു കളയുന്നത് നമ്മൾ വിട്ടു. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ആഴ്ച നമ്മളല്ല, ഞാൻ കുറെ അധികം കഷ്ടപ്പെട്ടത് വിശദീകരിക്കാൻ നോക്കിയിരുന്നു. എത്രത്തോളം സക്സസ്ഫുൾ ആയത് അറിയാൻ വേണ്ടി ചോദിക്കും. എന്താണ് ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറഞ്ഞത്? ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗലാത്യ ലേഖനത്തിലെ പ്രത്യേകിച്ച് ഈ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ വിശദീകരിക്കാനായിട്ട് അതിൽ യുവജനത്തിൻ്റെതായ യാതൊരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ
മലയാളം ഭാഷയിൽ അത് വിശദീകരിക്കാനായിട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ആ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ പോലും ആ എഴുത്തിൻ്റെ ഓർഡറിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിങ്ങനെ ചോദിക്കുന്നത്. അതിലെ ആ ഭാഷ കുറച്ച് പ്രശ്നമുണ്ട്. എന്താണ് ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറഞ്ഞോ? എന്താ ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറഞ്ഞു? നമ്മൾ വായിച്ചായിരുന്നല്ലോ. ഇന്ന് ഞാൻ എടുത്ത് വായിച്ചില്ല, കാരണം കഴിഞ്ഞ ആഴ്ച ഇത് വായിച്ചതാണ്. 19-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാനിതിന് ഇച്ചിരൂടെ നല്ലൊരു മലയാള പരിഭാഷ വേണം, ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനാൽ ഞാൻ ന്യായപ്രമാണം മുഖേന ന്യായപ്രമാണത്തിന് മരിച്ചു. ഇതാണ് കുറച്ചും കൂടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന മലയാളം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാലും എന്നതാണ് അതിൻ്റെ അർത്ഥം? സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? അല്ലെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ത്രൂ ദ ലോ ഐ ഡൈഡ് ടു ദ ലോ. അതാണ് പൗലോസ് പറയുന്നത്. ത്രൂ ദ ലോ ഐ ഡൈഡ് ടു ദ ലോ. ന്യായപ്രമാണത്താൽ ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു, അല്ലെങ്കിൽ ന്യായപ്രമാണം മുഖേന മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ്. ഓക്കെ, റൈറ്റ്, അത് കറക്റ്റ്. അപ്പോ അപ്പൊ ഈ വാക്യങ്ങള് ശരിക്കും വിശദീകരിക്കുന്നത് കർത്താവിനോടുള്ള ഏകീഭാവമാണ്. അതായത് നമ്മൾക്ക് കൃപയാൽ എന്ത് ചെയ്യാൻ പറ്റി? നീതീകരണം പ്രാപിക്കാനായിട്ട് പറ്റി. കർത്താവ് പാപത്തിന്റെ ശുശ്രൂഷക്കാരനാണോ? ഈസ് ഹി എ പ്രൊമോട്ടർ ഓഫ് സിൻ? നമ്മൾ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? 16-ാം വാക്യത്തിലാന്ന് തോന്നുന്നു. 17. ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ പരിപോഷകനാണോ എന്ന് പറഞ്ഞാൽ, കർത്താവ് ന്യായപ്രമാണം ഒന്നും വേണ്ട, കൃപയാൽ രക്ഷ എന്ന് പറഞ്ഞ് നമ്മളെ രക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംശയം ഉണ്ടായിട്ട് ചിലരൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ നമ്മൾ, അതായത് ഇവിടം കൊണ്ട് രക്ഷ ശരിയാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് പാപത്തിനെ പരിപോഷിപ്പിക്കുന്നതിനാണോ? അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മളിനി ന്യായപ്രമാണം ഒന്നും അനുസരിക്കേണ്ട, നമ്മളിനി യാതൊരു പ്രമാണവും അനുസരിക്കേണ്ട, കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയോ? ഇതാണല്ലോ ഇവിടുത്തെ വിഷയം. എന്തും ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ അല്ല പറ്റുമോ? അതാ ചോദ്യം. അപ്പൊ അങ്ങനെ പറ്റുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കർത്താവ് ശരിക്കും പാപത്തെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഈസ് എ പ്രൊമോട്ടർ ഓഫ് സിൻ. പാപത്തിന്റെ പരിപോഷകനാകുവാണോ എന്ന് ചോദിക്കുന്നത്. ആണോ? അല്ല, ഒരു നാളും അല്ല. അവിടെ തന്നെ ആ ഉത്തരവുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ? ന്യായപ്രമാണ സംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഇന്ന് ഇത് കുറച്ചും കൂടെ എങ്ങനെ ലളിതമായി പറയാം എന്നതിനെ സംബന്ധിച്ചിട്ട് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളാണ്. നമ്മൾ ഇപ്പൊ എപ്പിസോഡ് പറഞ്ഞ പോലെ ന്യായപ്രമാണം ഒരു മനുഷ്യന് വിധിക്കുന്ന ശിക്ഷ എന്നാണ്? മരണം. എന്തുകൊണ്ടാ? കാരണം എന്ന് വെച്ചാൽ അതിൽ ആർക്കും നിവർത്തിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. അതല്ലേ, ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാ? ഇത് നിവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോ പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് ആ ഉള്ള വഴി മുഴുവൻ ഹഡിൽസ് ആണെന്നിരിക്കണം. അതായത് പിന്നെ നമ്മൾ റൈസിനകത്തുള്ളൊരു സാധനം ഹഡിൽസ് റൈസ് എന്ന് പറയും. അതായത് തടസ്സങ്ങളാണ്, വലിയ മുള്ളും അങ്ങനെയുള്ള കാര്യങ്ങളും. ഇത് വെറുതെ ഒരു ബാർ മാത്രമല്ല, ഒരുപാട് തടസ്സങ്ങളാണ്. അപ്പൊ നമുക്കത് ഓടി തീർക്കാനായിട്ട് പറ്റത്തേയില്ല. അവിടെ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ട്, ഇത് ഓടിയാൽ അത് കിട്ടും, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്യത്തില്ല, അത് നടക്കത്തില്ല. മനസ്സിലായി? ഇതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു വഴിയുണ്ട്. ആ വഴി മുഴുവൻ കല്ലും മുള്ളും നിറഞ്ഞ, അല്ലെങ്കിൽ ഒത്തിരി ഹഡിൽസിന്റെ പഴയ ഫോം അങ്ങനെയായിരുന്നു. ഈ തടസ്സ ഓട്ടത്തിന്റെ പഴയ ഫോം അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒത്തിരി തടസ്സങ്ങൾ, വലിയ മുള്ള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അതേപോലെ നിൽക്കുക. നമുക്കിത് എന്ത് ചെയ്യത്തില്ല, അക്ഷരാർത്ഥത്തിൽ ഓടി അവിടെ എത്താനായിട്ട് പറ്റത്തില്ല. പക്ഷെ അവിടെ നിന്ന് അവിടെ എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കും. അത് നടക്കത്തില്ല. ഇതാണ് ന്യായപ്രമാണം. ഞാൻ ലളിതമായിട്ട് മനസ്സിലാകാൻ പറയാം. അപ്പൊ ആ കാര്യം നടക്കത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ പറയാം, നമ്മളും ആരാണ്? ന്യായപ്രമാണത്തിന്റെ ആ വ്യവസ്ഥയിൽ മരണ ശിക്ഷയ്ക്ക് യോഗ്യരാണ് നമ്മളെല്ലാവരും. ഈ ന്യായപ്രമാണം അതിന് ഉത്തരവുണ്ടല്ലോ. ന്യായപ്രമാണം എന്താ ശരിക്കും ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചുള്ള അറിവ്. മനസ്സിലായോ? ഈ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ്, ഇപ്പൊ മോഷ്ടിക്കരുത് എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എന്ത്? മോഷണം ഒരു തെറ്റാണ്.
ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് പറ്റിയതല്ല. കൊല ചെയ്യരുത് എന്നുള്ള ആ പ്രമാണം തന്നുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കൊലപാതകം ഒരു തെറ്റാണ്. ഇങ്ങനെ ഓരോന്നും മനസ്സിലായോ? അപ്പം ന്യായപ്രമാണം ശരിക്കും എന്താണ്? ഒരു മോശമല്ല. മനസ്സിലായോ? ഗലാത്യ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചതല്ല, 3-ാം അധ്യായത്തിൽ നിന്ന്, അതിന്റെ 21-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. കാരണം ഇതാ ഈ ന്യായപ്രമാണം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടുണ്ടായിരുന്ന തിരുവെഴുത്തിന്റെ ഭാഗമാണ്. ഇനി ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. പിന്നെ എന്താ പ്രശ്നം? ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. 3-ാം അധ്യായത്തിൽ 21-ാം വാക്യം ഗലാത്യ ലേഖനത്തിൽ. അപ്പൊ ഇതിന്റെ കുഴപ്പം എന്നാ? ഇത് ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമല്ല, പക്ഷെ ഇതിനുള്ള പ്രശ്നം ജീവിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ വേറെ ഭാഷ പറഞ്ഞാൽ ന്യായപ്രമാണം ആളുകളോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ അത് ചെയ്യാനുള്ള ശക്തി നൽകിയില്ല. മനസ്സിലായി? അതിന്റെ പ്രൊവിഷൻ ഇല്ലാതെ പോയി. അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തില്ല. എന്നതാ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു, പക്ഷെ എങ്ങനെ ചെയ്യണം, എന്താണ് അതിന് പിന്നിൽ, അല്ല അതിന്റെ പവർ എവിടുന്ന കിട്ടുന്നത്, അത് പറഞ്ഞു കൊടുത്തില്ല. അല്ലെ അതിന് കഴിയത്തില്ല. അതായിരുന്നു ന്യായപ്രമാണത്തിന് ഉണ്ടായിരുന്ന സമയം. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ജ്ഞാനപ്രമാണ യുഗം, അതായത് ഇത് കൊടുത്തത് ആര് മുഖാന്തരമാണ്? മോശ മുഖാന്തരം. ദൂതന്മാർ മുഖാന്തരം മോശ ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ന്യായപ്രമാണം കിട്ടിയത്. അത് എവിടം വരെ തുടർന്നു? യേശു കർത്താവിന്റെ വരവ്, കൃപായുഗം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ ന്യായപ്രമാണ യുഗമായിരുന്നു. ഓക്കെ, അപ്പോ പാപികളായ നാം ന്യായപ്രമാണം ലംഘിച്ചതിനാൽ, ലംഘിക്കുക നമ്മളൊന്നും ലംഘിക്കേണ്ട ആവശ്യമില്ല, അനുസരിക്കാതിരുന്നാൽ മതി. അപ്പൊ എന്തായി? ലംഘനമായി. ന്യായമായിട്ട് നമ്മൾ അനുഭവിക്കണം, മരണശിക്ഷ അനുഭവിക്കണം. ഇവിടെയാണ് അപ്പൊ നമുക്ക് മുമ്പിൽ എന്നാ ഉള്ളത്? പറഞ്ഞേ, മരണം. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അല്ല, അതായത് അതെ വേണം. അതിനെന്താ ചെയ്യേണ്ടത്? യാഗങ്ങൾ കൂടെ രക്ഷ പ്രാപിക്കാൻ പറ്റുമായിരുന്നു? അവരെങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? നമ്മൾ ഒത്തിരി പിന്നെയും പോകേണ്ടി വരുമല്ലോ. അവരെല്ലാം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. എബ്രായ ലേഖനത്തിൽ പറയുന്നത് എന്താ? വിശ്വാസത്താ. കാരണം അവരെല്ലാം രക്ഷിക്കപ്പെടുന്ന ആരിലൂടെയാണ്? അതെ, അവരും വിശ്വാസത്താലാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്ത് വായിക്കുക. അവിടെ എന്നേല് ഈ പറഞ്ഞ യാഗങ്ങൾ കൊണ്ടോ അല്ലെ പ്രവൃത്തി കൊണ്ടോ ആണോ അവർ രക്ഷപ്പെട്ടത്? അവരെല്ലാം വിശ്വാസത്താലാണ്. പക്ഷെ അവരെ അവിടെ എഴുതിയിരിക്കുക, പ്രത്യേകിച്ച് അവര് ഈ കാര്യം ചെയ്യുമ്പോൾ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തിരുന്നു? കാംക്ഷിച്ചിരുന്നു. മനസ്സിലായോ? ആ വാക്യം വേണം ഒന്ന് എടുത്ത് വായിച്ചിട്ട് മുമ്പോട്ട് പോകും. എബ്രായ ലേഖനം 11-ാം അധ്യായം 15-ാം വാക്യം. 16 അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കാൻ. പിന്നെ അതിന്റെ 39-ാമത്തെ വാക്യം. എന്നാൽ അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് കരുതി. അപ്പോൾ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൊ നമ്മൾ ഈ ന്യായപ്രമാണത്തിന് ന്യായപ്രമാണം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മരണയോഗ്യരാണ്. ഈ വിഷയത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം സംഭവിച്ചതിന്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ന്യായപ്രമാണം നിവർത്തിച്ചാണ് കർത്താവ് മരിച്ചതെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആവേണ്ടതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവം പാപത്തിന് നൽകുന്ന ശിക്ഷ, നീതിപൂർവമായ ശിക്ഷ, അത് മുഴുവൻ അനുഭവിച്ചു തീർത്താൽ മാത്രമേ നീതിമാൻ എന്ന്, അല്ലെങ്കിൽ നീതീകരണം നടന്നു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ആ നിലയിൽ ഒരു തെറ്റും ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ നീക്കുവല്ല ചെയ്തു. കർത്താവ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നു, പിന്നെ എന്തിനാ വന്നു? നിവർത്തിക്കാനായിട്ട്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നീതിപൂർവകമായ നിബന്ധനകൾ മുഴുവൻ അനുസരിച്ച് ഉള്ള ഒരു മരണമാണ് കർത്താവ് കാൽവരി ക്രൂശിൽ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ആ മരണം കർത്താവ് അനുഭവിച്ചത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഇത് നമ്മൾ അംഗീകരിക്കുമ്പോൾ
സത്യത്തിൽ ക്രിസ്തുവിനോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. ഏത് കാര്യത്തിൽ? കർത്താവിൻ്റെ മരണത്തോട് മാത്രമല്ല, അടക്കത്തോടും പുനരുത്ഥാനത്തോടും വീണുപോയി. എല്ലാവരും പരാജയപ്പെടും. അപ്പം മോഹിക്കരുതെന്നല്ലേ ഞാൻ പറയണേ. ഈ കർത്താവ് തന്നെ ആ പ്രമാണത്തിന്റെ വിശദീകരണം തരുന്നത് നോക്കി. മോഹം എന്ന് പറയുന്ന ആ ഒരു വിഷയം വരുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, ഈ മോഹത്തെ കുറിച്ച് തന്നെ പറയാം. മോഹമുള്ള ആള് ബാക്കി എല്ലാ കൽപ്പനയും എന്ത് ചെയ്യും? അതായത് മോഹമുള്ള ആൾ എന്ത് ചെയ്യും? ബാക്കി 10 കൽപ്പനയല്ലേ എന്ത് ചെയ്യും? മനസ്സിലായോ? ഒരു 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 മോഹമുള്ളവൻ അല്ലെ എന്താ ഇപ്പൊ ദ്രവ്യാഗ്രഹി, അതിന്റെ അടിസ്ഥാനം എന്താ? മോഹം. വ്യഭിചാരം, അതിന്റെ അടിസ്ഥാനം എന്താ? മോഹം. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെ സ്വയം അതിനെ പോഷിപ്പിക്കാനുള്ള ആഗ്രഹം, ആ മോഹമാണ് ഇതെല്ലാം വളർത്തുന്നത്. അതുകൊണ്ട് ആ ഒറ്റ ഒരെണ്ണം ലംഘിച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് ബാക്കിയിലേക്ക് എല്ലാം വഴിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യായപ്രമാണം ഒരാൾക്ക് നിവർത്തിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തുവിനോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ ദൈവം എന്നെ പാപത്തിന് മരിച്ചവനായിട്ട് കണക്കാക്കുക. ക്രിസ്തു എന്താ ചെയ്തേ? പാപത്തിന് മരിച്ചു. പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ, മരിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മരണ വീട്ടിലൊക്കെ സാധാരണ കേൾക്കുന്നതാണല്ലോ. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സാധാരണ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതിനെ മരണമെന്ന്. പക്ഷേ അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ. പാപത്തിന് മരിച്ചു. ഇപ്പം ശരിക്കും പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ദൈവത്തിൽ നിന്നുള്ള, പാപം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിൽ നിന്ന് വേർപാടുണ്ടായി. അതാണ് പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായിട്ടുള്ള വേർപാടാണ്. ഇവിടെ ആ അർത്ഥം തന്നെ എടുക്കുക. പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ മരണത്തോട് ഞാൻ ഏകീഭവിച്ചപ്പോൾ ഞാൻ പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്ത് ചെയ്തു? പാപത്തിന് വേർപെട്ടു. മനസ്സിലായോ? എൻ്റെ പാപം സംബന്ധിച്ചുള്ള പിന്നെ സ്വയം നിറഞ്ഞ, രക്ഷിക്കപ്പെടാത്ത, വീണ്ടെടുക്കപ്പെടാത്ത ആ മനുഷ്യൻ, പഴയ മനുഷ്യൻ, അതെന്ത് ചെയ്തു? മരിച്ചു. അത് വേർപെട്ടു. ഇനി അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ പഴയ ആ മനുഷ്യൻ മരിച്ചു. ഇനി ആ മനുഷ്യൻ എൻ്റെ മേൽ യാതൊരു കർത്തൃത്വമില്ല. ഇത് ശരിക്കും മനസ്സിലാകണം. നമ്മൾ എന്ത് ചെയ്യുന്നത്? റോമാലേഖനം 6-ാം അധ്യായം കൂടി ഈ കൂട്ടത്തിൽ വായിക്കണം. മനസ്സിലായി? അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഇപ്പം നമ്മളത് എടുക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. കർത്താവ് അനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ റോമാലേഖനം 6-ാം അധ്യായം, ഇന്ന് ഒരു എക്സസൈസ് ഞാൻ തരുവാണ്. എല്ലാവരും പോയിട്ട് ഈ ദിവസങ്ങളിൽ റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നിർബന്ധമായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിശദീകരണം അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അത് ഈ ജസ്റ്റിഫിക്കേഷൻ്റെ അടുത്ത ലെവലായ സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധീകരണം എന്നുള്ള ആ മേഖലയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഭാഗം വിടാൻ ആഗ്രഹിക്കും. അതായത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പം സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഇത് മനസ്സിലാവും. അതായത് നമുക്ക് ഈ കെമിസ്ട്രിയുടെ ലാബും അതുപോലെ ബയോളജിയുടെ ലാബും ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറേ സാധനങ്ങളുണ്ടല്ലേ, പെട്ടെന്ന് തട്ടിയെ പൂട്ടുന്ന കുറേ സാധനങ്ങൾ. കോണിക്കൽ ഫ്ലാസ്ക്, ടെസ്റ്റ് ട്യൂബ്, കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ലാബിലെ ഉപകരണങ്ങൾ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. ഈ പൊട്ടിപ്പോകുന്ന എല്ലാം അന്നേരം അവിടുത്തെ ലാബ് അറ്റൻഡറോ അല്ലെ ടീച്ചറോ എന്ത് ചെയ്യും? എഴുതി വെക്കും. എന്നിട്ട് അവസാനം നമ്മൾ ഹയർ സെക്കൻഡറി അല്ലെ പ്രീ ഡിഗ്രി എല്ലാം പഠിച്ച് തീരാൻ നേരത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കണമല്ലോ. ആ സമയത്ത് ചെല്ലുമ്പോഴാണ് കുഴപ്പം. ഈ ഡ്യൂസ് എല്ലാം തീർത്താലേ എന്ത് കിട്ടുന്നത്? ആദ്യം ലാബിൻ്റെ അവിടെ നിന്നുള്ള സെക്ഷനിൽ നിന്ന് ഒരു നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഇവിടെ പ്രത്യേകിച്ച് കടവൊന്നും വരും. അതുപോലെ തന്നെ ലൈബ്രറി, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അവരുടെ എല്ലാം നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും എന്ത് ചെയ്തിട്ട് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെ TC അല്ലെ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ശരിക്കും. അപ്പോൾ ഒരു NOC, ഒരു നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയെന്നിരിക്കുക. ഇനി ലാബിന് നമ്മുടെ മേൽ പ്രത്യേകിച്ച് അധികാരവും അല്ലെ നമ്മളെ പിടിച്ചു വെക്കാനുള്ള ഒരു ഇതില്ല. അപ്പം നമ്മുടെ കോഷൻ ഡിപ്പോസിറ്റിന്റെ മേൽ യാതൊരു അധികാരവും പിന്നെ ആ സ്ഥാപനത്തിനില്ല. അവരത് റിലീസ് ചെയ്യും. ലളിതമായി പറഞ്ഞാൽ ഇതാണ് എന്ത്? ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചു അല്ലെ പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ന്യായപ്രമാണം, ഇവിടുത്തെ പ്രയോഗം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ
ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുശാസിക്കുന്ന എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് കർത്താവ് മരിച്ചതുകൊണ്ട് ഞാനും അതിന് ആ നിലയിൽ മരിച്ചു. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ആ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളിലൊക്കെ ആണെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനൽസ് എല്ലാം അവിടെ കൊടുക്കേണ്ടി വരും. ഈവൻ ചില സ്ഥാപനങ്ങൾ പാസ്പോർട്ട് വരെ, പഴയ ഒരു കാര്യമാണ് പറയുന്നത്, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ മേടിച്ചു വരും. എന്ന് പറഞ്ഞാൽ അവരുടെ പലതരത്തിലുള്ള ബിലോങ്ങിങ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുക എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം മേടിച്ചു വരും. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരനുവദിക്കുന്നതായ പല ഒരു എംപ്ലോയിക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നമുക്ക് എടുക്കാവുന്നതായിട്ടുള്ള ലോണുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ കുറേശ്ശെ അടച്ചോ അടയ്ക്കാതെയോ അങ്ങനെയൊക്കെ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പുതിയ സ്ഥലത്തെ ആൾക്കാർ എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ജോലിക്കെല്ലാം ശമ്പളം എല്ലാം ഉറപ്പാക്കി ജോലിക്ക് എടുക്കാം എല്ലാം സംബന്ധിച്ചു. പക്ഷേ കയറുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റോടെ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഏറ്റെടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ ബാധ്യതകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇവർ നമ്മളെ റിലീവ് ചെയ്യത്തില്ല. അപ്പൊ റിലീവിങ് ലെറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെയും ഈ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ലോൺ എടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതായത് കമ്പനിയായി ബന്ധപ്പെട്ടിട്ടുള്ള ലോണെല്ലാം അതിന്റെ അടവ് ബാക്കിയുള്ളതെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം അടച്ചു തീർക്കണം. അതുപോലെ തന്നെ നമ്മൾ കമ്പനിയുടെ ഏതെങ്കിലും സാധനം, ഇപ്പോൾ ലാപ്ടോപ്പോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, ഞാനൊക്കെ അങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം, അതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇയാള് ഇവിടുന്ന് മേടിച്ചിട്ടുള്ള സാധനം എല്ലാം തിരിച്ചു തന്നിട്ടുണ്ട്, അതിന് കേടുപാടില്ല. മനസ്സിലാവും? ഈ കാര്യങ്ങളാണ് അവർ സർട്ടിഫൈ ചെയ്ത് തരുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്ത് ഏറ്റവും ലാസ്റ്റ് HR-ന് ഈ പേപ്പർ എല്ലാം കൊടുത്താലാണ് അവര് എന്ത് ചെയ്യുന്നത്, ഈ നമ്മളെ റിലീവ് ചെയ്യുന്നത്, വിടുതൽ നൽകുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അപ്പുറത്ത് പോയി ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെയിം സംഭവം. അപ്പൊ നമ്മൾ ഇനി ഒരിക്കൽ റിലീവിംഗ് ലെറ്റർ കിട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിടുതൽ കിട്ടി, പിന്നെ എനിക്ക് പഴയ കമ്പനിയുടെ ആൾക്കാർക്ക് എൻ്റെ മേൽ എന്തെങ്കിലും അധികാരം ഉണ്ടാവും? ഒരിക്കലും ഇല്ല. മനസ്സിലായോ? ഇവനെ നമുക്ക് നമ്മുടെ അതോറിറ്റി ഒന്നുകൂടെ അവന് കാണിച്ചു കൊടുക്കാം. നോ, അങ്ങനെ നടക്കത്തില്ല. കാരണം വൺസ് ഇവര് സീൽ ചെയ്ത് തന്നു, ഇയാൾക്ക് ഇവിടെ ഒരു ഒബ്ലിഗേഷനും ഇല്ല, ഒരു ഡ്യൂസും ഇല്ല, എല്ലാം തീർത്തിരിക്കുന്നു എന്ന് അടിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം. ഇതാണ് ശരിക്കും ന്യായപ്രമാണത്തിന് ഞാൻ ന്യായപ്രമാണം മുഖേന മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എൻ്റെ ഡോക്യുമെന്റ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. മനസ്സിലായി? അത് തരുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് സമ്മതിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ മനുഷ്യരോട് ബന്ധത്തിൽ പറഞ്ഞാൽ, പാപത്തിന്റെ എൻ്റെ മേലുള്ള എല്ലാ ആധിപത്യവും അവിടെ കൊണ്ട് അവസാനിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒരു പാപം ചെയ്യത്തില്ലല്ലോ? അങ്ങനെ അല്ലല്ലോ, ദിവസവും നമ്മൾ ആവശ്യം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെ ശരിയാകും അല്ലേ? എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ നമ്മുടെ മേലുള്ള ആധിപത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ പിന്നെ രക്ഷിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള അവസ്ഥയിൽ എന്തായിരുന്നു? ആരായിരുന്നു യജമാനൻ? നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത് വി ആർ എൻസ്ലേവ്ഡ് ടു സിൻ എന്നാണ് പറയുന്നത്. അതായത് പാപത്തിന് അടിമപ്പെട്ടിരുന്നു. പാപം നമ്മളെ ഒരു ഭരണാധികാരിയെ പോലെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സ്റ്റിയറിംഗ് ആരുടെ കയ്യിലായിരുന്നു? ഈ പാപ ജഡത്തിന്റെ കയ്യിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയമായിട്ട് ഒരു തരത്തിൽ മുന്നേറാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ആ നിലയിലുള്ള ഒരു അധീശത്വം, ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ ആ അധീശത്വത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വേർപെട്ടിരിക്കുന്നു. മരണം അല്ലെ മരിച്ചു എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് എന്നാണ് അർത്ഥം, അല്ലാതെ എക്സ്റ്റിങ്ക്ട്, അല്ലാതെ തീർച്ചയായിട്ടും തീർന്നുപോയി എന്നാ പറഞ്ഞ എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നാമാവശേഷമായി എന്നല്ല ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? കാരണം പിന്നെ നമ്മൾ ജീവിക്കുന്നത് പാപത്തിന്റെ സ്വഭാവമുള്ള ആ ജഡത്തിലും മാത്രമല്ല പാപത്തിന്റെ സാന്നിധ്യത്തിലുമാണ്. അതൊക്കെ നമ്മൾ എപ്പോഴാണ് മാറുന്നത്? ഈശ്വർത്താവിന്റെ വീണ്ടും വരവിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്ന ആ സമയത്തായിരിക്കും അത് സംഭവിക്കുന്നത്. ആ സാന്നിധ്യത്തിൽ നിന്ന് പോലും നമ്മൾ മാറുന്നത്. അപ്പോ ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? പാപത്തിന് മരിക്കണം. പാപത്തിന് മരിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിന് മരിക്കുകയാണ്. കാരണം കർത്താവ് ന്യായപ്രമാണത്തിന്റെ എല്ലാ നിബന്ധനകളും നിവർത്തിച്ചുകൊണ്ടാണ് താൻ ക്രൂശിൽ മരിച്ചത്. ആ മരണം നമ്മുടേതായിട്ട്, ആ മരണത്തോട് നമ്മൾ
ഏകീഭവിക്കുന്നു. മനസ്സിലാകും? ഈ ഭാഷയൊന്നും കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ പറയുമ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് എത്രത്തോളം അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈ ഉദാഹരണങ്ങൾ ഓർക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു. അടുത്ത പ്രയോഗം, ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു. അടുത്തത് 19-ാമത്തെ വാക്യം കഴിഞ്ഞ് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു, പിന്നെ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകം ഉണ്ടോ ആരുടെയും കയ്യിൽ? അതൊന്ന് വായിക്കാവോ ആ പ്രയോഗം? ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് ടു ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അടുത്ത പ്രയോഗം മതി. ഐ നോ ലോങ്ങർ ലിവ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്നില്ല. ഇതാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള അതിന്റെ ടെൻസ് മനസ്സിലാകുന്നത്, അല്ലെ കാലം മനസ്സിലാകുന്നത്. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാമർ അറിയാവുന്നവര്, എനിക്കും നല്ലതായിട്ട് അറിയത്തില്ല എങ്ങനെയാണത്. അതായത് ഏത് കണ്ടിന്യൂസ് അത്? ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ വർത്തമാനകാലത്തിലെ, അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. കഴിഞ്ഞ കാലത്തിൽ നമ്മളൊരു പ്രവൃത്തി ആരംഭിച്ചു, അതിപ്പോഴും തുടരുന്നു. അതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം സാർ പറഞ്ഞു. അതായത് ഇപ്പൊ പറയാം, ഒരാള് പിന്നെ പാമ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു 7 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടു, നടന്നു പോരുക. ഇവിടെ എത്തിയിട്ടില്ലല്ലോ ഇതുവരെ. ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പൊ നമ്മൾ പറയും അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? വന്നില്ല. അത് എപ്പോഴാണ് ആരംഭിച്ചത്? എപ്പോഴാണ്? കഴിഞ്ഞ കാലത്തിലാണ്. അതായത് 7 മണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 8:20 കുറെ മുമ്പാണ്. ഇപ്പോഴും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചത് എപ്പോഴാണ്? പാസ്റ്റ്. അന്ന് തന്നെയാണ് എന്ത് ചെയ്തത്? കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടത്, അല്ലേ? കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോഴാണല്ലോ ന്യായപ്രമാണത്തിന് മരിച്ചത്. പക്ഷെ ആ പ്രയോഗത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ക്രൂശിക്കപ്പെട്ടു എന്നല്ല, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് അതിനകത്തെ പ്രത്യേകമായ അല്ലെ ഗംഭീരമായ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൃപയാലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, ഗ്രേസ് എലോൺ, അല്ലേ? കൃപയാൽ നമ്മളെ നീതീകരിക്കുകയാണ്. ഈ നീതീകരണം എന്ന് പറയുന്നതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, അതും എന്താണ്? ദൈവത്തിന്റെ കൃപയാലാണ്, അല്ലെ? കൃപയാലുള്ള നീതീകരണം, അതിനോടൊപ്പം വിശുദ്ധീകരണം. റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് പോവുക, വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപരാകേണ്ടതിന് മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. മനസ്സിലായോ? അപ്പോ നീതീകരണം എന്ന് പറയുന്നത് ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച ആ നിമിഷം, അല്ലെ കർത്താവിനോടൊപ്പം നമ്മൾ ക്രൂശിക്കപ്പെട്ട ആ സമയം, പാപത്തിന് നമ്മൾ മരിച്ച സമയം, ഇതെല്ലാം ഇപ്പൊ പറഞ്ഞ ആ ഒറ്റ നിമിഷത്തിൽ സംഭവിച്ചു. ക്രൂശിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ ക്രൂശിക്കപ്പെട്ടത് കൂടാതെ നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുകയും കൂടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശീകരണം ഇന്നും എന്ത് ചെയ്യാം? തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, 9-ാം അധ്യായം 23-24. ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, കർത്താവ് പറഞ്ഞാൽ, അവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ ക്രൂശിക്കപ്പെടാനായിട്ട് പോവുക. അനുദിനം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ആള് കർത്താവിനെ, അവിടുത്തെ ലിറ്ററലായിട്ടുള്ള പിന്നെ അക്ഷരത്തിലുള്ള ആ അർത്ഥം എന്ന് പറയുന്നത്, യേശു കർത്താവിനെ അനുഗമിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? മരണം അവൻ മുന്നിൽ കണ്ടുകൊണ്ട് വേണം, അത് ഉറപ്പായിരിക്കും എന്നാണ്. ഓക്കെ, അത് നമ്മൾ ഇവിടുത്തെ വിഷയമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഈ ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ തുടർമാനമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ആ ക്രൂശീകരണം? ഒരിക്കൽ ആ കർത്താവിനോടുകൂടി ക്രൂശീകരിക്കപ്പെട്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പൗലോസാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ തർസോസിലെ ആ പഴയ വില്ലൻ എന്ന് പറഞ്ഞാൽ ആ പഴയ പരീശനായ എരിവുകാരനായ ആൾക്കാരെയൊക്കെ കൊന്നുമുടിക്കാൻ സ്വയത്തിൽ പിന്നെ അഹങ്കരിച്ച് ആശ്രയിച്ചിരുന്ന ആ ശൗല് എന്ത് ചെയ്തു?
മരിച്ചുപോയി. ഇതാണ് താൻ ഉദ്ദേശിച്ചത്. ഇനി ആ ശൗൽ എന്ത് ചെയ്യുക? ദിവസവും പ്രതി എന്ത് ചെയ്യുക? ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ അനുദിനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ക്രൂശീകരണം നടക്കണം. അതാണ് വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ പടി എന്ന് പറയുന്നത്. റോമാലേഖനത്തിലേക്ക് നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യം. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ ഭക്തിശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിൽ സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. ഓക്കെ. അപ്പോ ഇതാണ് ഇവിടുത്തെ സംഭവം. ഈ സമർപ്പിക്കുകയും ഈ ജീവിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു ദിവസം മാത്രമാണോ? ആ രക്ഷിക്കപ്പെടുന്ന അന്ന് മാത്രമാണോ? അന്നത്തേക്ക് മാത്രമാണോ? അത് നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു, നമ്മൾ ചേർക്കാൻ വരുന്ന ആ സമയം വരെയുള്ള കാര്യം. ഇതാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് കൃപ തരുന്നത്, അല്ലെ കൃപയാലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ അത് ആത്മാവിന്റെ ആ രക്ഷ, അത് തീർച്ചയായിട്ടും കൃപയാലാണ്. അത് മാത്രമല്ല, പിന്നെ ആ കൃപ എപ്പോഴും വ്യാപരിക്കും. ഈ വിശുദ്ധീകരണത്തിനും തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും, നമ്മളെ അതിലേക്ക് നയിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ദിവസേന മരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? പാപം സംബന്ധിച്ച് മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ, കൗണ്ട് ചെയ്യണം, നമ്മളെ റെക്കൺ ചെയ്യണം എന്നാണ് ഇംഗ്ലീഷിൽ ആ പ്രയോഗം നടത്തിയത്. അതായത് നമ്മളെ അങ്ങനെ എണ്ണിക്കൊണ്ട് ജീവിക്കണം. ഈ കാര്യത്തിന് നമ്മുടെ ഒരു മനോഭാവം ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിശുദ്ധീകരണത്തിന്റെ ഒരു മനോഭാവം നമുക്ക് വേണം. അതായത് നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് ജീവിക്കുന്നവർ എന്ന് എണ്ണണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവർ എന്നും ദൈവത്തിനായി ജീവിക്കുന്നവർ എന്നും നമ്മളെ തന്നെ കാണിക്കണമെങ്കിൽ നമുക്കൊരു മനോഭാവം ആവശ്യമുണ്ട്. ആ മനോഭാവമാണ് റോമാലേഖനം 6-ാം അധ്യായത്തില് അപ്പോസ്തലനിലൂടെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറയാം, അതിന്റെ പോയിന്റ്സ് ഇങ്ങനെ പറയാം. 3 കാര്യങ്ങളാണ്. ആ 3 വാക്കുകൾ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. 1, എണ്ണുക. എങ്ങനെ എണ്ണണം? മരിച്ചവരായിട്ട് എണ്ണണം. അതെ, പാപത്തിന് മരിച്ചവരായിട്ട് എണ്ണണം എന്ന് പറഞ്ഞാൽ പാപമല്ല ഇനി എന്റെ കർത്തൃത്വം നടത്തുന്നത്, ദൈവത്തിനായിട്ട് ജീവിക്കുന്നവനായിട്ട് എണ്ണണം എന്ന് പറഞ്ഞാൽ ഇനി എന്റെ സ്റ്റിയറിംഗ് ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്, അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലാണ്. യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, യേശു കർത്താവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പം നമ്മൾ ഒരു കാര്യം പറയണം, കർത്താവെ നിന്റെ കർത്തൃത്വം ഞാൻ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കാം, അംഗീകരിക്കാം. ഇതാണ് നമ്മൾ സമ്മതിക്കുന്നത്. മനസ്സിലായോ? എന്റെ രക്ഷയ്ക്കായിട്ടാണ് കർത്താവെ നീ മരിച്ചത്, അത് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞാൻ ഇനി ഒരു ഉടമ്പടി ചെയ്യുകയാണ്, കർത്താവെ അങ്ങയുടെ കർത്തൃത്വമാണ് എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ നടക്കുന്നത്. ഇന്നലെ വരെ, അല്ലെ ഈ നിമിഷം വരെ ആരുടെ കർത്തൃത്വമായിരുന്നു? ഇപ്പൊ നമ്മൾ കണ്ടതാ പാപത്തിന്റെ. ഇവിടെ അതുണ്ട് ഈ 6-ാം അധ്യായത്തിൽ. അത് ഇങ്ങനെ ഒന്നുകിൽ പാപത്തിനായി മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ. ഈ 2 പ്രൊവിഷനുള്ള, അല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ പൊസിഷൻ ഇല്ല. മനസ്സിലായോ? ഒരു രണ്ടിനായിട്ട് ഇടയ്ക്ക് ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒന്നും ഇല്ല. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. ഒന്നേ പാപത്തെ നമ്മൾ സേവിക്കും, അല്ലെങ്കിൽ ആരെ സേവിക്കും? ക്രിസ്തുവിനെ, കർത്താവിനെ സേവിക്കും. അപ്പൊ ഒന്നാമത്തേത് നമ്മൾ എണ്ണണം. എങ്ങനെ എണ്ണണം? നമ്മളെ തന്നെ മരിച്ചവരായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ടാണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, പറഞ്ഞു മാത്രം പോകുന്നു. അടുത്ത 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. മനസ്സിലായോ? അതായത് രണ്ടാമത്തെ വാക്ക്, ആദ്യത്തെ റെക്കൺ, നമ്മൾ ചിലത് എണ്ണണം. എങ്ങനെ? മരിച്ചവരെ പോലെ എണ്ണണം, അല്ലെ എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് ഈൽഡ് ചെയ്യണം, നമ്മൾ വഴങ്ങരുത്, പാപത്തിന് കർത്തൃത്വത്തിന് വഴങ്ങരുത്. പിന്നെ എന്ത് ചെയ്യണം? നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിന് മാത്രം വഴങ്ങുക. കൃപയ്ക്ക് ആകയാൽ ഇത് നമ്മളെ കൊണ്ട് സാധിക്കും. ഇത് നോർമൽ ഒരാളെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്നാ? അവർ ഈ പാപത്തിന്റെ ദാസനാണ്, അവർക്ക് ആ അടിമത്വത്തിൽ തുടരാനേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ കൃപയ്ക്ക് അധീനരാകയാൽ
നമ്മളുടെ മാസ്റ്റർ ഇനി പാപമല്ല, അല്ലെ സിന്നല്ല. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിന് അടിയിലുമല്ല, അതിനും അധീനരല്ല. നമ്മൾ ആർക്ക് അധീനരാ? കൃപയ്ക്ക് അധീനരാ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഈൽഡ് ചെയ്യുക, സമർപ്പിക്കുക, അല്ലെ വഴങ്ങിക്കൊടുക്കുക. ഒന്നാമത് നമ്മൾ എണ്ണണം ചിലത്, രണ്ടാമത് നമ്മൾ സമർപ്പിക്കണം. മൂന്നാമത്തെ വാക്ക് അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ അവിടുത്തെ വാക്ക് എന്ന് പറയുന്നത് സേവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വായിക്കാം: ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായ അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഞാൻ വായിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനും നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. മനസ്സിലായോ? മൂന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് സേവ, സെർവ് എന്നാണ്. ദാസൻ, ആ വാക്കിനകത്ത് എന്താ ഉള്ളത്? സേവയാണുള്ളത്. ഇവിടെ അടിമ എന്ന വാക്കാണ്, സ്ലേവറി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അധർമ്മത്തിനും അനീതിക്കും അതിനൊക്കെ അടിമത്തത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ആ കാര്യം മാറ്റിയിട്ട് ദൈവത്തിന് അടിമയാകുക. ദൈവം ഒരിക്കലും അടിമകളാക്കിയല്ല പരിഗണിക്കുന്നു. പക്ഷേ അവിടെ അപ്പോസ്തലൻ പറയാണ്, ഞാൻ മാനുഷ്യ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ആ ഒരു കൺസെപ്റ്റ് വിശദീകരിക്കാൻ വേണ്ടി പറയാണ്, ദൈവത്തിന് അടിമകളാകുക. നമ്മൾ വിശ്വാസികളെ വിളിക്കുന്ന ഒരു പേര് പൊതുവെ എന്താണ്? കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദൈവദാസൻ. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സുവിശേഷകൻ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിലെ അമ്മാമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അമ്മാമ്മയോട് ചോദിച്ചു, എന്ത് ചെയ്തു കർത്താവിൻ്റെ ദാസൻ എന്ത് ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ആകപ്പാടെ അങ്ങ് ചൂടായി. എൻ്റെ സാറേ, അങ്ങനെയൊക്കെ ഞങ്ങളെ കളിയാക്കരുത്. അങ്ങേരെ ഒരു കൃഷിക്കാരനാണെന്നും സാധാരണ ഒരു മനുഷ്യനാണെന്ന് അറിയാമല്ലോ, അങ്ങനെ കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞു. അതായത് പുള്ളിക്കാരി ഈ സുവിശേഷകൻ ഒരു ഹാസ്യരൂപേണ പറഞ്ഞാണെന്ന് വിചാരിച്ച് പ്രതികരിച്ചത്. കാരണം എന്താ അറിയോ? അറിവില്ലാത്തതുകൊണ്ടാണ്. കർത്താവിൻ്റെ ദാസൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ സുവിശേഷൻ ഈ വാക്യം വായിച്ച് കേൾപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ആരാണ് മരണത്തിനായി പാപത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ ആരാണ് നീതിക്കായി അനുസരണത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ. അപ്പൊ ദൈവദാസൻ എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് നമ്മൾ സുവിശേഷന്മാരെ മാത്രമാണ് ആ പേര് വിളിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ആരായിരിക്കണം? ദൈവദാസൻ, കർത്താവിന്റെ ദാസനായിരിക്കണം. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പൊ ഈ പറയുന്ന ആ വിശുദ്ധീകരണത്തിന്റെ മനോഭാവങ്ങൾ, അതായത് ഒന്നാമത്തത് ചില രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് എണ്ണണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് ശരിക്കും വിലയിരുത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ആരാണ് എന്നുള്ളത്. പാപത്തിന് മരിച്ചവരാണ്, ദൈവത്തിന് ജീവിക്കുന്നവരാണ്. അത് എണ്ണിക്കൊണ്ടിരിക്കുക. ഇത് എപ്പോൾ ചെയ്യേണ്ടതാണ്? ഒരിക്കലല്ല, കണ്ടിന്യൂ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വഴങ്ങിക്കൊടുക്കുക. ആർക്ക് വഴങ്ങുക? പാപത്തിന് വഴങ്ങാതിരിക്കുക, ദൈവത്തിന് വഴങ്ങുക. അതായത് നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ശരീരത്തെ ഈൽഡ് ചെയ്യുക, സമർപ്പിക്കുക. മനസ്സിലായോ? ശരീരത്തെ പാപത്തിന്റെ ആയുധങ്ങളായി. ആയുധം എന്ന് പറയുന്നത് നമുക്ക് സൈനിക ഭാഷയാണ്, അല്ലേ? വെപ്പൺ എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ആയുധം എടുത്തിട്ടാണ് പ്രയോഗിക്കുന്നത്. ആയുധം ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എത്രയോ വലുതായിരിക്കും. നമ്മുടെ ശരീരം പാപത്തിന്റെ ആയുധമായി തീർന്നാൽ എന്തൊക്കെ പറ്റുമെന്ന് ഒരു നിമിഷം ആലോചിച്ചു നോക്കും. എന്തെല്ലാം കുരുത്തക്കേടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ആ ഒരു തീ തന്നെ എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പൊ ശരീരത്തിലെ ഈ അവയവങ്ങളെ പാപത്തിന്റെ ആയുധങ്ങളായി സമർപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനെ ഈൽഡ് ചെയ്താൽ, പാപത്തിന് വഴങ്ങിക്കൊടുത്താൽ വലിയ തീയായിരിക്കും. അത് ഒരുപാട് വലിയ നാശം ഉണ്ടാക്കും. എന്നാൽ അതേസമയം നമ്മളുടെ മേൽ പാപത്തിന് കർത്തൃത്വമില്ല. നമ്മൾ ന്യായപ്രമാണത്തിനല്ല അധീനർ. പിന്നെ ആർക്കാ? ഇവിടെ ഇപ്പൊ കേട്ടാ, കൃപയ്ക്കാണ് അധീനർ. അതുകൊണ്ട് എന്താണ് ഈ ഈൽഡിങ് നമുക്ക് ആർക്ക് വേണ്ടി ചെയ്യാം? ദൈവത്തിനായിട്ട് വഴങ്ങി കൊടുക്കാം. കാരണം അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. നമ്മൾ പാപത്തിന് മരിച്ചിട്ടുണ്ട്. പാപത്തിന് ആ പഴയ കർത്തൃത്വം നമ്മുടെ മേലില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ പാപത്തെ ജയിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരങ്ങളെ ആ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ നമുക്ക് പറ്റും. പണ്ടിത് പറ്റത്തില്ലായിരുന്നു. അതാണ് ഈ വിഷയം. ഇവിടുത്തെ മാറ്റം ഉണ്ടായത് അവിടെയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതും ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പൊ അങ്ങനെ പറ്റുന്നതുകൊണ്ട് ആ മനോഭാവം ഉണ്ടെങ്കിൽ, മൂന്നാമതായിട്ട് സേവിക്കാനുള്ള മനോഭാവം. ആരെ പോലെ? ഒരു അടിമയെ പോലെ ദൈവത്തെ സേവിക്കുക. പാപത്തിനെ സേവിക്കാതെ ഏതെങ്കിലും ഒന്നിനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകിൽ പാപത്തിന് ദാസന്മാർ, അല്ലെങ്കിൽ
നീതിക്ക് ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ. അങ്ങനെ ചെയ്താൽ, ഈ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അത് ഉണ്ടെങ്കിലല്ല ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിരുന്നാൽ നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഇനി ജീവിക്കുന്നത് ആരല്ല, കർത്താവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വായിച്ചത് എങ്ങനെയാ? ഗലാത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം, 2-ാം അധ്യായം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഐ നോ ലോങ്ങർ ലിവ്. അങ്ങനെയല്ലേ വായിച്ചേ? ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇനി ഐ നോ ലോങ്ങർ ലിവ്. ഞാൻ എന്ന് പറയുന്നത് ഇനി ജീവിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ആരായി ജീവിക്കുന്നത്? അല്ലെ, നമുക്ക് സംശയം ഉണ്ടോ ആരാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ, വ്യക്തിത്വം നഷ്ടപ്പെടുമെന്നോ അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്? നമ്മുടെ ചോയ്സസ്, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ മുൻഗണനകൾ ഇതെല്ലാം മാറുവാണ്. വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മിറാക്കുലസ് ലൈഫ്, അത്ഭുതകരമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഈ ജയജീവൻ നയിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്. അല്ലാതെ ഇത് നമ്മുടെ കഴിവല്ല. ദൈവം കൃപയാൽ തൻ്റെ രക്ഷാ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് മാത്രമല്ല, അനുദിനം മുന്നോട്ട് പോകാനായിട്ട് ആ കൃപ ധാരാളമായിട്ട് തരികയാണ്. മനസ്സിലായോ? റോമാലേഖനം ചോദിക്കുന്നത് കൃപ പെരുകുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യണമെന്നാണോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ, അതെ, ഒരു നാളും അല്ല എന്നുള്ള ഏറ്റവും ക്ലിയർ കട്ടായിട്ടുള്ള ഉത്തരം തരികയാണ്. പക്ഷേ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം ഒരു വിശുദ്ധ ജീവൻ നയിക്കാനായിട്ട് അനുദിനം ഈ ക്രൂശിക്കപ്പെടൽ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളല്ല പിന്നെ ജീവിക്കുന്ന ആരാണ്? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. ഐ നോ ലോങ്ങർ ലിവ്. മനസ്സിലേക്ക് വന്നൊരു ഉദാഹരണം പറയാം. സെയിന്റ് അഗസ്റ്റിൻ, അദ്ദേഹം രക്ഷിക്കപ്പെട്ട റോമാലേഖനം വായിച്ചിട്ടാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരിക്കുന്നത്, താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വളരെ മോശമായ ധാർമ്മികമായ അധപ്പതിച്ച ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇദ്ദേഹം മാനസാന്തരപ്പെട്ടു, അല്ലെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ കാര്യങ്ങൾക്ക് സമൂലമായ മാറ്റം വന്നു. ഇദ്ദേഹത്തിന്റെ താൻ വളരെ മോശമായി ഉപയോഗിച്ചിരുന്ന പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിലൊരാള് പിന്നീട് ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടപ്പോഴത്തേന് ആ സ്ത്രീ എന്ത് ചെയ്തു? പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരുടെ പഴയകാല ചെയ്തികളിലേക്ക് പോകാനായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഇവരെ കണ്ടപാടെ അഗസ്റ്റിൻ എന്ത് ചെയ്തു? മാറി കടന്നുപോയി. അപ്പൊ ഈ മാറി കടന്നു പോകുന്ന ഈ സ്ത്രീ കണ്ടിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? അവര് പുറകെ ഓടി വന്നിട്ട്, അഗസ്റ്റിൻ ഒന്ന് നിൽക്കൂ, അഗസ്റ്റിൻ ഒന്ന് നിൽക്കൂ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ആൾ ആരാണെന്ന് അയാൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ സ്ത്രീ പറയാണ്, അഗസ്റ്റിൻ ഒന്ന് നിൽക്കൂ, ഇത് ഞാനാണ്. അപ്പൊ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ ഞാൻ പഴയ ഞാനല്ല, ഈ ഞാൻ പഴയ ഞാനല്ല. ഇതാണ് ശരിക്കും ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഒരിക്കൽ പാപജടിലമായ ജീവിതത്തിൽ അതിൻ്റെ അകത്ത് കിടന്ന് ഉരുണ്ട് അതിനെ ആസ്വദിച്ച് അതിൻ്റെ അവസാനം വരെ വലിച്ചു കുടിച്ച് ജീവിച്ചിരുന്ന ആ വ്യക്തി, ഇനി എനിക്കത് വേണ്ട, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെ ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. പഴയ കാര്യങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നല്ല, ഇനി എനിക്കത് വേണ്ട എന്ന് പറയുന്നു. ഇതാണ് ശരിയായിട്ടുള്ള വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന്, ദൈവത്തിനായി ജീവിക്കുക എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിനായി ജീവിക്കുന്നതിന് വേണ്ടി ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണത്തിന് മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. തന്നെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേൾപ്പിച്ചാണ്. 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 16-ാം വാക്യം. കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പോൾ കർത്താവിന്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ആരെ വെളിപ്പെടുത്തണം? കർത്താവിനെ വെളിപ്പെടുത്തണം. അപ്പൊ നമ്മളെ കുറിച്ച് എല്ലാരെ കുറിച്ചുള്ള ഇഷ്ടമാണ്, പൗലോസിനെ കുറിച്ച് മാത്രമല്ല. ആ ഇഷ്ടം കോമൺ ആയിട്ടുള്ള ഒരു വിഷാണ്. അത് നമ്മൾ നടപ്പിലാക്കണം. എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഞാൻ വെളിപ്പെടുത്തണം. എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ പഴയ മനുഷ്യനെ ക്രൂശിക്കണം, അവനെ ഉപേക്ഷിക്കണം. എന്നിട്ട് ഈ കാണുന്ന ഞാൻ, അഗസ്റ്റിൻ പറഞ്ഞാൽ ഞാൻ ആ പഴയ ഞാനല്ല എന്ന് വിളിച്ചു പറയും. ഇപ്പോൾ എന്നിൽ ജീവിക്കുന്ന ആരാണ്?
യേശു കർത്താവാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്ന എന്ന പ്രയോഗം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം ഇന്ന് എന്നെ കാണേണ്ടത് ആരിലൂടെ എന്നെ കാണുമ്പോൾ ആരായിട്ട് കാണണം? യേശു ക്രിസ്തുവായിട്ട്, യേശു കർത്താവായിട്ട് കാണുവാനായിട്ടാണ്. ഞാൻ ഇനി ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താലത്തിന്. ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രത്തിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതിന്റെ യഥാർത്ഥമായ അർത്ഥം, വിശ്വാസത്തിന്റെ അർത്ഥം ദൈവപുത്രങ്കിൽ ആത്മവിശ്വാസം അർപ്പിക്കുക. ദൈവപുത്ര ഈ പറഞ്ഞ കാര്യം, ഈ അനുദിനം ക്രൂശിക്കപ്പെടുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വളരെ ലളിതമാണ് എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ആ ക്രൂശീകരണം എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനെ നമ്മുടെ ശരീരത്തെ, ആ ജഡത്തെ ദണ്ഡിപ്പിച്ച് അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്നാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഒരിക്കലും എളുപ്പമല്ല. പക്ഷേ നമുക്ക് ഇതെങ്ങനെ സാധിക്കും? ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിന്റെ അതിന്റെ അർത്ഥം ആശ്രയം എന്നാണ്. കർത്താവിലുള്ള ആശ്രയത്താൽ, അവനിൽ ആശ്രയിക്കുന്നത് മുഖാന്തരം അത് സാധിക്കും. ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിരന്തരമായി ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവിന് നമ്മളെ തന്നെ നിരന്തരമായി വിധേയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ആ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു? കർത്താവിനെ വിധേയപ്പെടുത്തി. അതാണല്ലോ നമ്മൾ കർത്താവിനെ, അവന്റെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അവിടുന്ന് എന്റെ കർത്താവാണെന്ന് സമ്മതിച്ചേറ്റ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ആ ഭാഗത്തേക്ക് പലപ്പോഴും നോക്കത്തില്ല. എന്നാൽ രക്ഷ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ആ നീതീകരണം അവിടെ കൊണ്ട് തീരുന്നില്ല. അത് ആത്മാവിന്റെ രക്ഷയാണ്. എന്നാൽ നമ്മുടെ വിശുദ്ധീകരണം അഥവാ ദേഹി രക്ഷ അതിലൂടെ തുടരേണ്ടതാണ്. അങ്ങനെയാണ് ഗ്ലോറിഫിക്കേഷൻ അഥവാ ശരീരത്തിന്റെ രക്ഷയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഇത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്, എന്നാൽ വളരെ ലളിതമാണ്. ദൈവത്തിന്റെ കൃപയാൽ നമുക്കിത് സാധിക്കും. ഇതാണ് ഗലാത്യരോട് പൗലോസ് പറയുന്നത്. ഇതിന് പ്രവൃത്തിയല്ല വേണ്ടത്. പിന്നെ എന്താണ്? ദൈവത്തിന്റെ കൃപ എലോൺ, ഗ്രേസ് എലോൺ, സോളോ ഗ്രേഷ്യ. അപ്പൊ അത് മാത്രമാണ് വേണ്ടത്. അതിലൂടെ നമുക്ക് ആ കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവോത്തരങ്ങളുള്ള ആശ്രയത്താൽ എനിക്ക് ഈ കാര്യം നടക്കുവാനായിട്ട്, ഇങ്ങനെ ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വാക്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഭാഗം അവസാനിപ്പിക്കണം. 21-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ഐ ഡു നോട്ട് സെറ്റ് അസൈഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് പൗലോസ് തന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതിനകത്തൊരു ആരോപണമുണ്ട്. എന്തായിരുന്നു ആ ആരോപണം? ഒന്ന് പെട്ടെന്ന് ആലോചിച്ച്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു ആരോപണമുണ്ട്. തന്നെ കുറിച്ച് പറയണം, ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരാ അത്? നമ്മുടെ പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കി. ആരാ ചെയ്യുന്നത്? പത്രോസ്. സാക്ഷാൽ കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്ത അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിന്റെ കൃപ വൃഥാവാക്കും. ഇന്ന് രാത്രികാലം ഏറ്റവും അപകടകരമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം അല്ലെ ഒരു സാധ്യത എന്ന് പറഞ്ഞ ഇതാണ്: ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുക. എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് കാണിച്ച അർഹതയില്ലാതെ എനിക്ക് തന്ന ആ വലിയ പരിഗണനയെ ഞാൻ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമാക്കുന്നു, അലക്ഷ്യമാക്കുന്നു. യേശാവ് ഡെസ്പൈസ് എന്താ പറയാ ബർത്ത് റൈറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി കളഞ്ഞു. അതിനെ വിലയില്ലാതെ കൺസിഡർ ചെയ്തു. ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിനും, മനസ്സിലായി, ഇത് എന്തിനാ നിസാരമായി എന്ന വിധത്തിൽ അതിനെ കാലും കൊണ്ട് തട്ടിക്കളഞ്ഞു. മലയാളത്തിൽ നമ്മൾ വിശദീകരിച്ച് നോക്കി ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ഈ വാചകത്തിന്റെ അർത്ഥം. കൃപയെ അലക്ഷ്യമാക്കുക, കൃപയെ വൃഥാവാക്കി കളയുക. പത്രോസ് ചെയ്തത് ശരിക്കും എന്താണ്? യേശു കർത്താവ് മരിച്ചത് എന്റെ നീതീകരണത്തിന് വേണ്ടിയാണ് എന്ന്, അല്ലെങ്കിൽ ലോകത്തിന്റെ അവനിൽ വിശ്വസിക്കുന്ന ആരുടെയും നീതീകരണത്തിന് വേണ്ടിയാണ്, അത് മാത്രമാണ് നീതീകരണത്തിനുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റുപറഞ്ഞ് അതിനെ പ്രസംഗിച്ചതിന് ശേഷം അന്ന് പൊളിച്ചു കളഞ്ഞതെല്ലാം പിന്നെയും പണിതിട്ട് സത്യത്തിൽ എന്താ ചെയ്തത്? ഈ കൃപ വേസ്റ്റാണ്, ഈ കൃപ വ്യർത്ഥമാണ് എന്ന് പറയാണ്. ഞാൻ പറയാം, കൃപ എന്ന് പറയുന്നത് തന്നെ അതിന്റെ ആ വാക്കിനകത്ത് തന്നെ ഉണ്ടല്ലേ. ദ എസൻസ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? എസൻസ് ഓഫ് ഗ്രേസ്, ആ കൃപയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അർഹതയില്ലാത്ത ദൈവം നമുക്ക് തന്നു എന്നുള്ളതാണ്. ദൈവം നമുക്ക് ഒരിക്കലും അർഹതയില്ലാത്ത സ്വർഗം അല്ലെ നിത്യജീവൻ, പാപക്ഷമ, ഇതൊക്കെ തരികയാണ്. അതാണല്ലോ അതിന് കൃപയാകുന്നത്. അപ്പൊ ഈ കാര്യം വ്യവസ്ഥ കൂടാതെയുള്ള ഈ ദൈവിക രക്ഷാദാനം, അതിൽ നമുക്ക് ദൈവത്തിന്റെ കൃപ കാണാനായിട്ട് സാധിക്കും. ഇത് സ്വന്തം ശ്രമത്തിൽ നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം അവിടെ ചെയ്യുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ കൃപയെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പാഴാക്കുക അല്ലെ വ്യർത്ഥമാക്കുന്നു. രണ്ട് അത് അതിനെ പിന്നെ കൃപയെന്ന് തന്നെ വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്വയം അധ്വാനിച്ച് നേടുന്നതിന് എന്തെങ്കിലും കൃപയെന്ന് പറയാൻ പറ്റുമോ? അതെന്താണ്? ശരിക്കും ശമ്പളമാണ് അല്ലേ? അതൊരു പാരിതോഷിക, എന്താ പറയുക,
ഏണിങ്സ് ആണ്, നമ്മുടെ ശ്രമഫലമായിട്ട് നേടുകയാണ്. രക്ഷ നമ്മൾ കർമ്മഫലം ചെയ്തു. മുമ്പ് ഞാൻ പറഞ്ഞ ഇത് ആലോചിച്ച് നോക്കുക, ആ ഹഡിൽസ് ഓടി ഒരാളെ ലക്ഷ്യസ്ഥാനത്തിലെത്തുക. എന്നാൽ അതേ സമയം അത് ഒരു നദിയുടെ തീരത്താണെന്ന് വിചാരിക്കുക, ആ പറയുന്ന റേസ് നടക്കുന്നത്. അതിന്റെ പാരലായിട്ട് ഈ നദിയിൽ ഒരു ബോട്ടിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ബോട്ട് പോകുന്നത് എങ്ങോട്ടാണ്? ആ ലക്ഷ്യസ്ഥാനത്തേക്കാണ്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തടസ്സങ്ങൾ ഒന്നുമില്ലാതെ എവിടെ എത്താൻ പറ്റും? ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഭാവനയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ആ കയറാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താ ചെയ്യണ്ട? നമ്മുടെ മിടുക്കൊണ്ട് കയറണ്ട, കൈ നീട്ടി ഒന്ന് കൊടുത്താൽ വലിച്ചു കയറ്റാൻ അവിടെ ഒരാളിരിക്കുക, നമ്മുടെ കർത്താവ്. ഇതാണ് ശരിക്കും കൃപയാലുള്ള രക്ഷ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയൊന്നും അല്ല. ഈ പറഞ്ഞ ചാട്ടങ്ങളെല്ലാം ചാടി മുള്ളും കല്ലും വേലിയും എല്ലാം കടന്നിട്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നതെങ്കിൽ അതിനെ കൃപയെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് കൃപയല്ല. ഈ കൃപയെ വ്യർത്ഥമാക്കുകയാണെങ്കിൽ, വൃഥാവാക്കുകയാണെങ്കിൽ, ന്യായപ്രമാണത്തിൽ നീതി സംഭവിക്കുകയാണെങ്കിൽ, അപ്പോസ്തലൻ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, കർത്താവ് മരിച്ചത് വെറും വേസ്റ്റ്, മനസ്സിലായി, വ്യർത്ഥമായി പോയി. അതൊരിക്കലുമല്ല. ദൈവം ഇപ്പൊ നമ്മൾ പാടിയ പാടിനകത്ത് അനാദി കാലത്തിന് മുന്നേ ഈ കാര്യം നിർണയിച്ച് തൻ്റെ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് അത് നിർത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കർത്താവ് മരിച്ചത് അത് ഒരിക്കലും വ്യർത്ഥമായിട്ടല്ല. ഈ കൃപ നമുക്ക് പകരുന്നതിന് വേണ്ടിയാണ്. അത് അനുഭവിക്കുവാനായിട്ട്, അതിൻ്റെ ഭാഗഭാക്കുകളാകാനായിട്ട് നമുക്ക് ഇടയായി തീർന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എന്നാൽ അതേ സംബന്ധിച്ച് നമുക്ക് ഓർക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് വ്യർത്ഥമാക്കരുത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, വിശുദ്ധീകരണം അഥവാ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ, നമ്മുടെ ആ ദേഹിയുടെ രക്ഷ, അതിൽ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിലും ഈ കൃപ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വൃഥാവാക്കാനായിട്ട് പാടില്ല. ഇത് നമ്മുടെ സ്വയശ്രമങ്ങൾ കൊണ്ട് നമുക്ക് നടക്കത്തില്ല. കർത്താവിന് നമ്മളെ തന്നെ വിശ്വാസത്താൽ, അവനിൽ അല്ലെങ്കിൽ കർത്താവിൽ ഉള്ള ആശ്രയത്താൽ, അതിൽ മാത്രമാണ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവോത്രങ്ങളിലുള്ള ആശ്രയത്തിൽ മാത്രമാണ് ഒരാൾക്ക് ദൈവത്തിനായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് മരിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ഉദാഹരണങ്ങളൊക്കെ ഇന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ ഈ കൃപയിൽ അധികം ആശ്രയിച്ച് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പൂർത്തിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ വിശുദ്ധീകരണം നമുക്ക് എവിടെ കൊണ്ട് അവസാനിപ്പിക്കാം? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ആ വിശുദ്ധീകരണ പ്രോസസ്സ്, ഈ കൃപയിലുള്ള ആശ്രയം തുടരുക തന്നെ വേണം. വ്യർത്ഥമാക്കാതെ തുടരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരദേശിയായ മോക്ഷമീ